നിങ്ങളിൽ ഒരുപാട് പേർക്ക് വീട് വേണ്ടത് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. പക്ഷെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് നമുക്ക് വീടുകൾ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ബാക്കിലുള്ള ഈ ഒരു വില്ലകൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്തൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറുകളിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂർ വലിയകുളത്താണ് നിങ്ങൾ ഈ കാണുന്ന 12 വില്ലകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ചൂടപ്പം പോലെ സെയിലായ ഒരു പ്രൊജക്ട് ആണ്. 12 വീടുകൾ ഇപ്പോൾ ഇതിനകത്ത് പണിതതിൽ ഏകദേശം 10 എണ്ണം സെയിലായി. നമ്മൾക്ക് ഒരു വീട് കൂടെ മാത്രമാണ് ഇതിനകത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും 5.5 കിലോമീറ്റർ മാറി ഉദയംപേരൂർ വലിയകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വലിയൊരു വില്ലാ പ്രൊജക്ട് വരുന്നത്. ഒറിജിനൽ ലാൻഡിൽ ഭംഗിയായിട്ടാണ് ഒന്നിനൊന്ന് ഭംഗിയുള്ള എലവേഷനിലാണ് ഓരോ വീടുകളും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ 5.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. വൈറ്റില ഭാഗത്തേക്ക് 10, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 19 കിലോമീറ്റർ ആണ്. എയർപോർട്ടിലേക്ക് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്താം. വെറും 39 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇത്രയും വലിയൊരു വില്ലാ പ്രൊജക്റ്റിൽ ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡാണ്. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലൂടെയും റോഡ് കിട്ടുന്നുണ്ട്, വീടിന്റെ സൈഡിലൂടെയും റോഡ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് രണ്ട് ഭാഗവും നമ്മളുടെ ഓപ്പൺ ആണ്, റോഡുകളാണ് കിട്ടുന്നത്. 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയ ഡിസൈനിലാണ് മതിൽ വരുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. അതുപോലെ തന്നെ വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡും ആയിട്ടുള്ള പെയിന്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ബാൽക്കണി കൂടാതെ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഭാഗത്തും ബാൽക്കണി കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള ബാൽക്കണിയൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ മുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റീവ് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ടൈൽസ് വിരിച്ചിട്ട് ഭംഗിയുള്ള ഗ്രാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ കാണുന്ന ഈ ഒരു പോർച്ചിൽ ഒന്നാമത്തെ കാറും ഈ കാണുന്ന ഓപ്പൺ സ്പേസിൽ നിങ്ങളുടെ രണ്ടാമത്തെ കാറും പാർക്ക് ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിലൂടെ നമ്മൾ രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തൂടെ പോയി നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ തന്നെ ഫ്ലോറിൽ ടൈല് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ ഏരിയ സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെ വാട്ടർ നോക്കുവാണെങ്കിൽ ബോർവെൽ വാട്ടറും KW വാട്ടറും അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിൽ വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള പോർഷൻ ഫ്ലോറിൽ നമുക്ക് ചെറുതായിട്ട് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒതുങ്ങിയ ഒരു സിറ്റ് ഔട്ട് ആണ്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. അത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മരങ്ങളൊക്കെ നോക്കിയാൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡോറിന് തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട്. ബാക്കി 2 സൈഡ് നോക്കിയാലും ആവശ്യത്തിന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ട് LED സ്ട്രിപ്പിന്റെ വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ താഴേക്ക് ഫ്ലോർ ഒന്ന് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് നല്ലൊരു ഡിസൈനുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ്. താഴെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ലിവിംഗിന്റെ നീളവും വീതിയും ഒക്കെ അറിയണ്ടേ. 11-10 ഫീറ്റിലാണ് നിങ്ങളുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർകേസ് ആണ്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ടൈലും ഗ്രാനൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുന്നത്. സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസ് വരുന്നുണ്ട്. ഹാൻഡ് റെയിൽസിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കോളൂ. ഹാൻഡ് റെയിൽസ് പോലെ ഭംഗിയായിട്ടാണ് അവിടെ LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് ഈ കാണുന്നതാണ്. 11.5-9 ഫീറ്റിലാണ് ഡൈനിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനുള്ള റൗണ്ടോ സ്ക്വയറോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ വാഷ് ഏരിയ കാണണ്ടേ. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഇതുപോലെ ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിലും ടൈലാണ്. മിറർ വരുന്നുണ്ട്. ജാഗ്വാറിന്റെയാണ് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ തന്നെ സാനിറ്ററി എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ നിങ്ങൾക്ക് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം ഇവിടെ കാണാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് നേരെ കിച്ചണിലോട്ട് വരാം.
നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വർക്കുകൾ വരുന്നത്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ കാണുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് രണ്ട് ചെറിയ സിലിണ്ടറിക്കൽ ലൈറ്റുകളും കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജിനുള്ള പോയിന്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറും ഗ്രേ കോമ്പിനേഷനിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് പ്ലേറ്റ്സും കട്ട്ലറീസും ഒക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഡോറ് തുറന്നാൽ നേരെ പുറത്തേക്ക് വർക്ക് ഏരിയക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. ഫ്ലോറുകളെല്ലാം തന്നെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. താഴെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് അറിയണ്ടേ? 14.5 9.5 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. നേരെ കാണുന്ന വോളില് രണ്ട് വിൻഡോസ് ഉണ്ട്. മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. റൂഫിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് 3/4 ഭാഗം വരെ വോളിന്റെ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. നിങ്ങൾക്ക് അവിടെ ആയിട്ടാണ് വാർഡ്രോബ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു ഹാളിലാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റോ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് നല്ലൊരു ഹാളിൽ സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് ആദ്യം തുറക്കുന്ന ഡോറ് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നമുക്ക് ഇവിടെ രണ്ട് ബാൽക്കണികൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബാൽക്കണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫിന്റെ മുകളിലൊക്കെ നോക്കിയാൽ ആ ഒരു എൻഡ് പോയിന്റിലൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ട് നല്ലൊരു ബാൽക്കണി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിന് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കൂടി വരുന്നുണ്ട്. ഒന്നാമത്തെ ഈ ഒരു ബാൽക്കണി കണ്ടു. അടുത്ത ബാൽക്കണി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അതിനു മുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-12 ഫീറ്റ് ആണ്. അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കൂടാതെ ഭംഗിയുള്ള ഡിസൈനിലാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ബ്രൗണിഷ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയുമാണ് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പ് കൊണ്ട് നല്ലൊരു ഡിസൈനും എയർ ഹോൾ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സെയിം കളർ കോമ്പിനേഷനിലും പാറ്റേണിലും നല്ലൊരു വാർഡ്രോബും വിത്ത് മിറർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഓൾറെഡി ഒരു ബാൽക്കണി നിങ്ങൾ കണ്ടു. രണ്ടാമതൊരു ബാൽക്കണി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബാൽക്കണി വരുന്നത്. ഇവിടെയും അത്യാവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽസ് വെച്ച് എല്ലാം സേഫ് ആക്കിയിട്ടുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും വീട് കിട്ടില്ല. തൃപ്പൂണിത്തുറയിൽ പൊതുവെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുകൾ വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പ്രൈസ് അറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും 5.5 കിലോമീറ്റർ 5.5 കിലോമീറ്റർ മാറിയിട്ട് ഉദയം പേരൂര് വലിയ കുളം എന്നാണ് സ്ഥലത്തിന്റെ പേര്. എടുത്തു പറയേണ്ടത് ബസ് റൂട്ടിന് വളരെ അടുത്താണ്. നടന്ന് നമുക്ക് ബസ് റൂട്ടിലേക്ക് പോകാം. 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. 12ഓളം വില്ലകൾ പണിതു. പക്ഷെ എല്ലാ വീടുകളും പെട്ടെന്ന് തന്നെ സെയിലായി. നമുക്ക് ഈ ഒരു വീട് മാത്രമാണ് ഇപ്പൊ സെയിലിനായിട്ടുള്ളത്. വേറെ വീടുകളുണ്ട്, പക്ഷെ അതെല്ലാം തന്നെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇരിക്കുന്നത്. ആവശ്യക്കാരേറെയുള്ള സ്ഥലമാണ്. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കണം. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീടിന്റെ പ്രൈസ് എത്രയാണെന്നല്ലേ? 72 ലക്ഷം രൂപ, 72 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്.
ഒട്ടും ലേറ്റ് ആക്കണ്ട. സ്ക്രീനിലുള്ള നമ്പറുകളിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ കോൾ എടുത്തില്ല എങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഒട്ടും ലേറ്റ് ആക്കണ്ട. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. സ്ക്രീനിൽ നമ്പറുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.